നാഷണൽ ഹെറാൾഡ് കേസിന്റെ ED നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഷമാ മുഹമ്മദ് 24നോടൊപ്പം ചേരുകയാണ്. ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമൊട്ടാകെ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇന്ന് റോബർട്ട് വദ്രയും ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എങ്ങനെ കോൺഗ്രസ് ഇതിനെ നേരിടുന്നു? നമ്മൾ കാണുന്നത് ഇതൊരു വെൻഡേറ്റ പൊളിറ്റിക്സ് ആണ്. അവർക്ക് രാഹുൽ ഗാന്ധി ഇപ്പൊ ഗുജറാത്തിൽ പോകുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ സംഘടനാപരമായിട്ട് ശക്തമാക്കും കേരളയിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി. അപ്പം അവർക്കറിയാം ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം അവരുടെ നേതാവിന്റെ പിന്നിൽ വരും. ഞാൻ ചോദിക്കുന്നു, ഇത് അവർ 2 കൊല്ലം മുമ്പേ അന്ന് ചോദ്യം ചെയ്ത് ED ഓഫീസിൽ പോയി രാഹുൽ ഗാന്ധി 2 ദിവസം, സോണിയാജി പോയി. ഞങ്ങളെ നേതാക്കൾ ആരും ഓടിപ്പോന്നില്ല. നമ്മൾ തയ്യാറാണ്, ചോദ്യം ചെയ്യൂ. ബിക്കോസ് തെറ്റ് ചെയ്യാത്തവരെ നമുക്ക് പേടിയില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി അസോസിയേറ്റഡ് ജേർണലിസ്റ്റിൽ നിന്ന് യങ് ഇന്ത്യയെ പോയത് 2010 ഫോം ചെയ്ത കമ്പനിയാണ്. ഈ യങ് ഇന്ത്യ കമ്പനീസ് ആക്ട് 25 ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആസറ്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റൂല. ഡിവിഡൻസ് കിട്ടിയാൽ ഷെയർസിന് ഡിവിഡൻസ് കിട്ടാൻ പറ്റൂല. അപ്പൊ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എവിടുന്നാ മണി ലോണ്ടറിങ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന കാര്യം എവിടെയുള്ളത്? എവിടെയാ തെളിവ്? നിങ്ങൾ വ്യാജ കേസിടല്ല, വ്യാജ ചാർജ് ഷീറ്റ് എഴുത്. നമ്മൾ വിടില്ല. നമ്മൾ വിടുന്ന പ്രശ്നത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ഇന്ത്യയിൽ വെറുതെ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിന്റെ മേലെ നിങ്ങൾ ആരോപണം ഇടുന്ന ആരോപണം ഇതൊന്നുമല്ല. ഇത് തെളിവിൽ പൂർണ്ണമായും രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് പറയുന്നത്. ഇത് പകപോക്കൽ തന്നെ, വേറൊന്നുമല്ല. നമ്മൾ വിടില്ല. ഇപ്പം ഹരിയാന ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട റോബർട്ട് വദ്രയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രന്റെ കേസും 12 കൊല്ലം, ഈ കേസ് 12. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യൂ. EDയുടെ കേസിൽ 1% വരെ കൺവിക്ഷൻ ഇല്ല. അതല്ലേ? പിന്നെ NCPയുടെ അജിത് പവാറിന്റെ മേലെ അന്വേഷണം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം ആരോപണത്തിൽ മുങ്ങിയിരിക്കാണ്, അഴിമതിയിൽ മുങ്ങിയിരിക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിന്റെ ഒരു മുന്നണിയായാലും ആ കേസ് ക്ലോസ് ആയി. അത് ചോദിച്ചു നോക്കൂ. തീർച്ചയായും കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത്. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതാണ്. പക്ഷെ അതേസമയം ഈ ഇത്തരത്തിലേക്കുള്ള ഈ നടപടികൾ അത് രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.